ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബോട്ടിൽ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ വൈഗ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് വൈഗ മോളുടെയും അതുപോലെ തന്നെ ഷൈൻ എൻ്റെ മോനാണ്, അവൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വൈഗ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസമായിരുന്നു. നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. ഇനി പോകുന്ന സമയത്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോനെ അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മണലുണ്ടല്ലോ, നല്ല ചെറിയ തരികളായിട്ടുള്ള മണൽ നമുക്കതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ മണലെടുക്കുന്ന സമയത്ത് അതിൽ മണ്ണും പൊടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ത്രെഡ് കൊണ്ടാണ് ഒന്ന് ചുറ്റിയെടുക്കുന്നത്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ കോഴിമുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിങ്ങനെ പൊതിഞ്ഞിട്ട് തരുമല്ലോ, പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ ചാക്കുന്നൂല്, ആ ഒരു ചാക്കുന്നൂലാണത്. അതിനെ മൊത്തമായിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം അതിലിനി ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ആ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് കാർഡ്ബോർഡിൽ നിന്നും പറിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞ് പേപ്പർ പീസ്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. അതിനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും, വൈറ്റിൻ്റെ കൂടെ ഈ ഒരു കളർ വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ വൈഗ എന്ന് കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ആ പേപ്പറിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഗോൾഡൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ചെറിയ പേപ്പർ കൂടി വെച്ച് കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ കുറച്ചുകൂടെ കനമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. വേണമെങ്കിൽ മാത്രം കുറച്ച് പശയെല്ലാം തേച്ച് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പശ തേച്ചിട്ട് അതിനെ ഇങ്ങനെ ഒട്ടിച്ച് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കമ്പിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു കമ്പീനെ നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പേപ്പർ നല്ല ഫിറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഗോൾഡൻ കളറായിരിക്കുമ്പോൾ നല്ല രസമാണ്. ആ ഒരു കുപ്പീൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു തിളക്കം ഇങ്ങനെ കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ കമ്പി എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് പേപ്പർ കൊണ്ടുള്ള ഇതുപോലത്തെ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. അത് മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു മണലും ആ ഒരു ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം അതിലേക്ക് ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാക്കുനൂലിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ലെയർ മാത്രമാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയർ മാത്രമായിട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഭംഗി കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ കുറച്ച് ഫ്ലവറുകളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഫ്ലവറുകൾ വെക്കുന്ന സമയത്ത് ആ ഒരു കുപ്പിയിലേക്കൊക്കെ മേച്ചാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ അതിൽ ചെയ്യുന്ന ഡിസൈനും എല്ലാം നോക്കിയിട്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് പോംപം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കോർക്ക് കൂടി വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.